സ്ത്രീകൾക്ക് നെടുമാംഗല്യം വരും. വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് വിവാഹം കഴിയും. ഭർത്താവ് നേരെ ഏതെങ്കിലും കാരണവശാൽ പിണങ്ങി നിൽക്കുന്നവർക്ക്, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ നേരെ കലഹിച്ചു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവർക്കൊക്കെ യോജിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമ്പൂർണ്ണ ആ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, നെടുമാംഗല്യം, വിവാഹലബ്ധി, അതേപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ ചേർച്ചകളും. നമഃ ശിവായ. പ്രദോഷം എന്ന് പറയുന്നത് ശിവസംബന്ധിയായിരിക്കുന്ന വ്രതമാണ് പ്രദോഷവ്രതം എന്ന് പറയും. കാരണം ശിവസംബന്ധിയായിരിക്കുന്ന വ്രതങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അതിൽ പ്രദോഷത്തിനാണ് പ്രാധാന്യം ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രദോഷത്തിൻ്റെ ദിവസം മഹാദേവിയെ, അതായത് പാർവതീദേവിയെ, പാർവതീദേവിയെ മഹാദേവൻ തൻ്റെ ആ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് നൃത്തം ചെയ്യും. പാർവതി സന്തോഷിക്കും. അപ്പോൾ പാർവതി സന്തോഷിക്കുന്ന സമയത്ത് ആ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ താണ്ഡവ നൃത്തം ആടുന്നത്. പാടിക്കഴിയുമ്പോൾ നേരെ മഹാദേവൻ തളർന്ന് നേരെ വേർത്തങ്ങനെ കുളിക്കും. അപ്പോൾ വേർത്ത് കുളിച്ച് കഴിയുമ്പോൾ മഹാദേവൻ നേരെ തണുക്കണം. അപ്പോൾ താണ്ഡവ നൃത്തം, ശിവതാണ്ഡവം എന്ന് പറയുന്നത് നല്ല അധ്വാനമുള്ള കാര്യമാണ്. നന്നായിട്ട് വേർക്കും. അപ്പോൾ വേർത്ത് കുളിച്ചതായിരിക്കുന്ന ആ മഹാദേവനെ നേരെ തണുപ്പിക്കണം എന്നാണ്. അപ്പം അതിന് നേരെ മഹാദേവൻ്റെ ശിരസിൽ ജലം കൊണ്ട് ധാര നടത്തും. അതേപോലെ പാല് കൊണ്ട് ധാര നടത്തും. സാധാരണഗതിക്ക് നേരെ 8 ദ്രവ്യങ്ങളാണ് പറയുക. 8 ദ്രവ്യങ്ങളെ കൊണ്ടും മഹാദേവൻ അഭിഷേകം ചെയ്യും. കൂടുതൽ 12 കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എങ്കിലും 8 ദ്രവ്യങ്ങൾ ചെയ്യും. സാധാരണ ക്ഷേത്രങ്ങളിൽ ജലാഭിഷേകവും ക്ഷീരാഭിഷേകവുമാണ് പതിവ്. അപ്പം ആ സമയത്ത് ആ തണുത്തതായിരിക്കുന്ന ശരീരം മുഴുവൻ തണുത്ത് ആ ചൂടെല്ലാം പോയിരിക്കുന്ന സന്തുഷ്ടനായിരിക്കുന്ന മഹാദേവൻ നേരെ പ്രസാദിക്കും. അപ്പം ആ സമയത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ എന്താഗ്രഹിച്ചാലും നേരെ ഭഗവാൻ അതിന് നൽകും. പ്രദോഷം കഴിഞ്ഞ് ഉടനെ ഭഗവാന് നിവേദ്യവും, അത് കഴിഞ്ഞ് ആ നിവേദ്യം ഭക്ഷിക്കണം. ആ ഭക്ഷിക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതാണ് വിശ്വാസം. അപ്പോൾ പ്രദോഷം വ്രതമായിട്ട് ആചരിക്കുന്നവരെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രദോഷത്തിൻ്റെ തലേ ദിവസം ദ്വാദശിയാണ്. അപ്പോൾ ദ്വാദശി വ്രതം എടുക്കുന്നവർ ദ്വാദശി വ്രതം ഉച്ചയോടുകൂടി കഴിയും. അപ്പോൾ ദ്വാദശിയുടെ അന്ന് രാത്രിയിൽ അല്പാഹാരം കഴിക്കണം എന്നാണ് പറയാൻ. എന്തെങ്കിലും ചെറുതായിരിക്കുന്ന, വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് അല്പാഹാരം എന്ന് പറയാം. പിറ്റേ ദിവസം പ്രദോഷത്തിൻ്റെ അന്ന് രാവിലെ മുതൽ നേരെ ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ജലം പോലും പാടില്ല എന്നാണ് വിധി. പിന്നെ ജലം നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നതായതുകൊണ്ട് നമുക്ക് ക്ഷീണം വരുമ്പോൾ അല്പം ജലം കുടിക്കാം. വെറും ശുദ്ധജലം, അതും ശുദ്ധജലമാണ്, തിളപ്പിച്ച ജലം പോലും പാടില്ല എന്ന് പറയും. അത് സേവിക്കാം. അത് വളരെ കുറച്ച്, തൊണ്ട നനയാൻ വേണ്ടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ വെച്ചാൽ പ്രഭാതത്തിൽ സൂര്യോദയം മുതൽ നേരെ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരത്തിൽ പഞ്ചാക്ഷരം ജപിക്കണം. അപ്പോൾ വ്രതമെടുക്കുന്നവർ നേരെ പഞ്ചാക്ഷരം ജപിക്കണം. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ നമഃശിവായ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓംകാരം ചേർക്കും. അതാണ് ഓം നമഃശിവായ. അവൻ നിരന്തരമായിരിക്കുന്ന ഓം നമഃശിവായ ജപിച്ചുകൊണ്ടേയിരിക്കണം വൈകുന്നേരം വരെ. വൈകുന്നേരം അസ്തമയ രാശി വരുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലാകാം, അല്ലെങ്കിൽ സ്വന്തം ഗ്രഹത്തിലും ശിവലിംഗമുള്ളവർ, ശിവലിംഗ പൂജ ചെയ്യുന്നവർക്ക് ഗ്രഹത്തിലുമാകാം, വിരോധമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ്
മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നേരെ അസ്തമയത്തിന് മുമ്പായിട്ടാണ് നേരെ അഭിഷേകം നടക്കുക. അസ്തമയത്തോടു കൂടിയിട്ട് ജലാഭിഷേകം കഴിഞ്ഞ് സന്തുഷ്ടനായിരിക്കുന്ന മഹാദേവന് നിവേദ്യം, അത് കഴിഞ്ഞിട്ട് നിവേദ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നട തുറന്നു കഴിഞ്ഞാൽ മഹാദേവനെ പൂജിച്ച് കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് തീർത്ഥം കഴിച്ച ശേഷം ആണ് പ്രദോഷത്തിന് ഉള്ളതായിരിക്കുന്ന അഭിഷേകം ചെയ്ത ജലം, ആ തീർത്ഥം കഴിച്ച ശേഷം നമുക്ക് നിവേദ്യം കഴിക്കണം. അതിനുശേഷം മറ്റാഹാരം കഴിക്കുന്നതിൽ വിരോധമില്ല. അപ്പോൾ ഒരു ദിവസത്തെ 12 മണിക്കൂർ നേരം, അപ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ, വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂജ കഴിയുമ്പോൾ തന്നെ 7 മണിയാകും, അതുവരെ ആഹാരത്തെ ഉപേക്ഷിക്കണം. ജലപാനം പോലും പാടില്ല. നമഃശിവായ എന്നുള്ള കാര്യം മാത്രം ജപിക്കണം. അതാണ് വേണ്ടത്. അതാണ് ശരിയായിരിക്കുന്ന പ്രദോഷവ്രതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദോഷവ്രതം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫലം? അപ്പോൾ ഒന്ന്, സ്ത്രീകൾക്ക് നെടുമാംഗല്യം വരും. വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് വിവാഹം കഴിയും. ഭർത്താവ് നേരെ ഏതെങ്കിലും കാരണവശാൽ പിണങ്ങി നിൽക്കുന്നവർക്ക്, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ നേരെ കലഹിച്ചു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവർക്കൊക്കെ യോജിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമ്പൂർണ്ണ ആ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, നെടുമാംഗല്യം, വിവാഹലബ്ധി, അതേപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ ചേർച്ചകളും, ഇതാണ് പ്രദോഷവ്രതത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയും. അപ്പം അതാണ് നേരെ പ്രദോഷത്തിൻ്റെ പ്രത്യേകത പറയാം. ആ പ്രദോഷത്തിന് മറ്റൊരു ചില പ്രത്യേകതകൾ, തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വന്നു കഴിഞ്ഞാൽ, നേരെ തിങ്കളാഴ്ച പ്രദോഷവ്രതവും കൂടി ചേർന്നാൽ പ്രത്യേകതയുണ്ട്. അതേപോലെ ശനിയാഴ്ചയും പ്രദോഷം, ശനിപ്രദോഷം എന്ന് പറയും. അപ്പോൾ ശനിപ്രദോഷം വന്നു കഴിഞ്ഞാലും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. എല്ലാ പ്രദോഷത്തിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് തിങ്കൾ ആഴ്ച വരുന്നതായിരിക്കുന്ന പ്രദോഷം, ശനിയാഴ്ച വരുന്ന പ്രദോഷം, ആ പ്രദോഷത്തിനാണ് ഏറ്റവും കൂടുതൽ നേരെ പ്രാധാന്യം ഉള്ളുന്നത്. അപ്പം അങ്ങനെയാണ് നിരവധി കഥകൾ ആ രൂപത്തിലാണ് വരിക. അപ്പോൾ ഒരിക്കൽ നേരെ ഒരു തോണിയിൽ നേരെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഭാര്യയും ഭർത്താവും പോയ സമയത്ത് തോണി മറിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി എന്നെല്ലാവരും പറഞ്ഞു. ആ രാജകുമാരി മാത്രമായി. അപ്പോൾ അവളോട് പറഞ്ഞു, പ്രദോഷം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രദോഷം എടുത്ത് 41 പ്രദോഷം എടുത്തപ്പോഴേക്കും നേരെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് നേരെ ദൂരെ പോയിട്ട് സമുദ്രതീരത്താണ് അടിഞ്ഞത്. അവിടെ നിന്ന് പ്രദോഷത്തിൻ്റെ അന്ന് തിരിച്ചെത്തി. അങ്ങനെയുള്ള നിരവധി പ്രദോഷത്തിൻ്റെ കഥകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രദോഷത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ബ്രാഹ്മണൻ മുതൽ ചണ്ഡാളൻ വരെ ആ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുക. കാട്ടാളന്മാർ പണ്ട് കാലത്ത് പ്രദോഷത്തിന് മഹാദേവന് അഭിഷേകം ചെയ്യും. അപ്പോൾ അഭിഷേകം ചെയ്യുമ്പോൾ നേരെ മഹാദേവന് നിവേദ്യമായിട്ട് നേരെ തൻ്റെ ജീവൻ സമർപ്പിച്ചതായിരിക്കുന്ന നിരവധി ആ കാട്ടാളന്മാരുടെ കഥകളുണ്ട്. അതെല്ലാം തന്നെ നിവേദ്യം കൊടുക്കാനായിട്ടൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആ സ്വന്തം ജീവൻ തന്നെ കൊടുത്തതായിരിക്കുന്ന ആ തരുണികളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ അവിടേക്ക് തിരിച്ചെത്തി. അപ്പം അതും നേരെ വരുന്നതായിരിക്കുന്ന കഥകൾ അങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ പ്രദോഷവ്രതം കഴിഞ്ഞാൽ നേരെ നമ്മുടെ അഭീഷ്ടങ്ങൾ മുഴുവൻ സാധിക്കും. അതാണ് പ്രദോഷവ്രതത്തിൻ്റെ അടിസ്ഥാനം. അത് പുരുഷന്മാർക്കും എടുക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ സ്ത്രീകളാണ് കൂടുതൽ എടുക്കാറ്. പുരുഷന്മാർക്കും ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നേരെ ജോലി കിട്ടുക, അല്ലെങ്കിൽ കാര്യസാധ്യമുണ്ടാകുക, ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇല്ലാതാക്കുക, പാപങ്ങളൊക്കെ തീരുക. അപ്പം അതിനൊക്കെ പ്രദോഷവ്രതം എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എപ്പോഴും ശിവന് നേരെ പ്രദോഷത്തിൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതാണ് പ്രദോഷവ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രദോഷവ്രതങ്ങൾ എടുത്ത് നേരെ കാര്യങ്ങൾ നേടിയതായിരിക്കുന്ന ചരിത്രം നമ്മുടെ പുരാണങ്ങളിലുണ്ട്. ഐതിഹ്യ കഥകളിലെല്ലാം തന്നെ അത് ഉള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പം അതാണ് നമുക്ക്
നേരെ അതിൽ പറയാവുന്നതായിരിക്കുന്ന കാര്യം. ഓം നമഃ ശിവായ.